നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ബിഗ് ടിവിയിൽ സുജയ പാർവതി ഔട്ട്സൈഡ് ലൈവ് ഷൂട്ടിനിടയിൽ അവരുടെ മേക്കപ്പ് കുറച്ച് മങ്ങിപ്പോയത് കൊണ്ട് ഒരുപാട് പേര് അവരെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വെള്ളത്തിൽ വീണ എലിയെ പോലെ ആയല്ലോ, നിങ്ങളുടെ കളറ് കുറഞ്ഞു പോയല്ലോ, നിങ്ങൾ കരിമ്പിയായല്ലോ, കറുത്തു പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ടുള്ള അധിക്ഷേപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം ഇപ്പോ അവരുടെ നിറത്തെ ചൊല്ലി ഒരുപാട് ട്രോളുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ലൈവായിട്ട് മെസ്സേജ് വന്നതുകൊണ്ട് തന്നെ അവർ ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് സ്പോണ്ടേനിയസ് ആയിട്ട് മറുപടി കൊടുക്കുകയും ചെയ്തു. മേക്കപ്പ് ഇട്ടാലും മേക്കപ്പ് ഇട്ടില്ലെങ്കിലും ഞാനല്ലാതെ ആവാതിരിക്കുന്നില്ലല്ലോ, നിങ്ങളല്ലാതെ ആവാതിരിക്കുന്നില്ലല്ലോ എന്നായിരുന്നു. തീർച്ചയായിട്ടും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്തരം പ്രോഗ്രാമൊക്കെ അവതരിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ലൈവായിട്ട് ഇത്തരം മോശം മെസ്സേജുകളൊക്കെ വരുമ്പോൾ അതിന് സ്പോണ്ടേനിയസ് ആയിട്ട് മറുപടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അവതാരിക എന്നുള്ള നിലയിൽ, ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ അവർ ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് ഒരുപാട് പേർക്ക്, ഇത്രയും മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേർക്ക് അതൊരു പ്രചോദനം കൂടിയാണ് എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും ഈ ഒരു കാര്യം കാണുമ്പോൾ വളരെ വിരോധാഭാസമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തോന്നിപ്പോകുന്നുണ്ട്. അതില് ഈ സുജയ പാർവതി ബിഗ് ടിവിയിലേക്ക് വന്നത് തന്നെ ഒരു വലിയ വാർത്തയാണല്ലോ. കാരണം 10 ലക്ഷം രൂപ സാലറിയിലാണ് ബിഗ് ടിവിയിൽ സുജയ പാർവതി ജോയിൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും കൂടുതൽ സാലറി കൊടുക്കാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചർച്ചകൾ നടന്നു. അവരൊട്ടും തന്നെ ജോലി ചെയ്യാൻ മടിയില്ലാത്ത ഒരു ജേർണലിസ്റ്റ് ആണ് എന്നുള്ളതാണ്. അത് ഈ ഒരു പരിപാടി കാണുമ്പോഴും നമുക്കറിയാം. കാരണം മാർച്ച് മാസം മുതൽ 11 മണി മുതൽ 3 മണി വരെ സൂര്യപ്രകാശം നേരിട്ട് പതിക്കാത്ത രീതിയിൽ വേണം എല്ലാവരും ജോലി ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വലിയ അറിയിപ്പ് തന്നെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതൊന്നും നോക്കാതെ ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് സുജയ പാർവതി എന്നാണ് എനിക്ക് ആ പ്രോഗ്രാം കണ്ടപ്പോൾ തോന്നിയത്. അപ്പൊ തീർച്ചയായിട്ടും അവർ ആ ഒരു കാര്യത്തിന് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം, നമ്മള് കറുപ്പിനെയാണ്, സുജയ വെളുത്ത് സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി വരുന്ന സുജയനെ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്നാണ് ഇത് കണ്ടപ്പോ അല്ലെങ്കിൽ ഇത് കേട്ടപ്പോ ചിലർക്കെങ്കിലും തോന്നുന്നത്. എന്നാൽ അവര് കുറച്ച് കറുത്തു പോയതിന് എന്താണ് കുഴപ്പം? കറുത്തവർക്ക് ഇവിടെ ആങ്കറാവാൻ കഴിയില്ല എന്നാണോ നമ്മൾ ആ മെസ്സേജ് കൊണ്ട് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ട്രോള് കൊണ്ട് മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ കുറെ ദിവസങ്ങൾ മുമ്പ് ഒരു ഏകദേശം മുടിയൊക്കെ കറുപ്പിച്ച് ഒരു നർത്തകി വന്നിട്ട് ഒരു നർത്തകൻ കറുത്തതാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ആ സ്ത്രീയെ തേജോവധം ചെയ്ത ആളുകളാണ് നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ. എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് സുജയ കറുത്തുപോയി എന്നും സുജയുടെ കളർ കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളുന്നതും. ഇത് എന്താണ് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് മനസ്സിലാവുന്നില്ല. ഒന്നില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. കറുത്തവർ ഒരിക്കലും TV ആങ്കർ ആവാൻ പാടില്ല, അല്ലെങ്കിൽ കറുത്ത മനുഷ്യന്മാര് കേരളത്തിൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് ഒരു നിബന്ധന വെക്കണം. ഇത് ഇവര് കറുത്തുപോയത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ട്രോളുകൾ മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ, കറുത്തവർക്ക് ഇത്തരം പരിപാടി അവതരിപ്പിക്കാൻ പറ്റില്ലേ എന്നൊരു ചോദ്യം വളരെ ശക്തമായി ഉയരേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ഉയരുന്നില്ല എന്ന് ചോദിച്ചാൽ സുജയ നേരത്തെ പറഞ്ഞ ആ ഒരു മറുപടിയിൽ തന്നെയുണ്ട് ഉത്തരം. കാരണം ഞാൻ മേക്കപ്പ് ഇട്ടാലും ഞാൻ മേക്കപ്പ് ഇട്ടില്ലെങ്കിലും ഞാനല്ലാതെ ആവാതിരിക്കുന്നില്ലല്ലോ എന്നാണ്. ഇതേ കാര്യം സുജയ കുറച്ച് മുന്നേ തീരുമാനിച്ചെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതായത് തന്റെ ഐഡന്റിറ്റി എന്താണോ, തന്റെ നിറം എന്താണോ, അതില് ഉറച്ചു നിന്നുകൊണ്ട് കോൺഫിഡൻസ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ സുജയ ഒരു ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സുജയ അങ്ങനെ ഒരു മനോഭാവം കാണിച്ചിരുന്നെങ്കിൽ അത് കുറെ പേർക്ക് പ്രചോദനമായേനെ. ഇത് സുജയുടെ ശരിയായ നിറം എന്താണോ എന്നുള്ളത് ഇപ്പൊ പലർക്കും അറിയില്ല. ഇത് മുൻകാലങ്ങളിൽ അവർ ചെയ്ത മേക്കപ്പിന്റെ കുഴപ്പമാണ് എന്നാണ് അവർ പറയുന്നത്. അതായത് മേക്കപ്പ് ചെയ്ത ആള് മാറിപ്പോയി, അവർക്ക് എന്റെ സ്കിൻ ടോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു നിറം വന്നുപോയത്. അപ്പൊ അവർക്കും അതിൽ ദുഃഖമുണ്ട്, ഞാൻ കറുത്തു പോയല്ലോ എന്നുള്ളതില്. അപ്പോ മൊത്തത്തില് കറുപ്പിനെ അധിക്ഷേപിക്കുകയാണ് സുജയ അടക്കമുള്ള ആളുകൾ. ശരിക്കും ഞാൻ കറുത്താലും കറുത്തില്ലെങ്കിലും ഞാൻ പറയേണ്ടത് പറയും. എന്റെ കഴിവാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ കഴിവ് തന്നെയാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ അപ്പിയറൻസ് അല്ല സ്റ്റൈല്, കമ്മ്യൂണിക്കേഷൻ ആണ് ഇപ്പോഴത്തെ സ്റ്റൈല് എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് ഇനിയും ജനങ്ങൾ എത്താനുണ്ട് എന്നാണ് തോന്നുന്നത്. ഒരു പക്ഷേ സുജയെ പോലെയുള്ള ആളുകളെ
കുറെ പേര് ട്രോളാനുള്ള കാരണം അവരുടെ രാഷ്ട്രീയമായിരിക്കാം എന്ന് തോന്നുന്നു. ഏതായാലും പൊളിറ്റിക്കലായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ സുജയെ പോലെയുള്ള ധീരതയുള്ള ജേർണലിസ്റ്റുകൾ ഇനിയും വരേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. നിറം എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ലാത്ത ഒരു ടെലിവിഷൻ കാലഘട്ടം അല്ലെങ്കിൽ ഒരു ഗ്ലാമർ പരിവേഷത്തിലേക്ക് നിറത്തിന് യാതൊരുവിധ സാധ്യതകളുമില്ല. കഴിവിനും കമ്മ്യൂണിക്കേഷനുമാണ് സാധ്യതകൾ ഉണ്ടാവേണ്ടത് എന്നുള്ളത് മലയാളികൾ ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആ കാഴ്ചപ്പാടുകൾ മാറേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.